ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ താത്തയുടെ തെറിപ്പാട്ടൊക്കെ കേട്ടപ്പോൾ മറുപടി കൊടുക്കണ്ട കുറേ ആൾക്കാരെന്ന് ചേച്ചി അത് കൊടുക്കണ്ട, അതിന് കൊടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ. പക്ഷെ കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് തോന്നും, അവൾക്ക് പറയുമ്പോൾ അവൾക്ക് തോന്നുന്നു. അവളെ എല്ലാവരെയും എടുത്തിട്ട് ചവിട്ടി അരയ്ക്കുന്ന പോലെ അവൾക്ക് മാത്രം വേദനയുള്ള അവളെ പറയുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും വേദനയോ മനസ്സോ കാര്യങ്ങളോ ഇല്ലാത്തവരാണോ ഈ ജീവിക്കുന്നവരൊക്കെ. പിന്നെ ഞാൻ മകനെ പറ്റി പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ല, ആൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇപ്പോഴത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് എൻ്റെ മകനെ പറ്റി പറഞ്ഞത്. അപ്പം ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞതിനെ പ്രതികരിക്കുമ്പോൾ മറ്റുള്ളവരെ പറയണത് കൂടി കേൾക്കാൻ ബാധ്യതയാണ് താത്ത. മറ്റുള്ളവരും പറയുമ്പോഴും അത് താത്ത കേൾക്കണം. താത്ത മറ്റുള്ളവരാണെങ്കിൽ ഇങ്ങനെ കയറി ചൊറിയണില്ലേ. അപ്പം ആദ്യമൊക്കെ പറയണം താത്തയുടെ കാര്യം. അപ്പം മകൻ്റെ കാര്യത്തിൽ ക്ലിയർ ആയില്ലേ. ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടുള്ള കാര്യം താത്ത തന്നെ ഏതോ ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞു തന്നിട്ടല്ല. പിന്നെ എൻ്റെ ഏതോ ഒരാൾ ചാനലുണ്ട്, അവരെ വലിയ ചെക്കമ്പോരായിട്ട് 10-18 വയസ്സുള്ളായിട്ടുള്ളൂ അതിനെയാണ് പറയുന്നത്. ഞാൻ താഴെയുള്ള മോനൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അവർക്ക് എത്ര മകനുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഏതോ ഒരു വീഡിയോ മോനെ പറ്റി പറഞ്ഞു എന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. ആ മകൻ എത്ര വയസ്സായി, അതിന് 28-29 വയസ്സായ മകനെന്ന് താത്തേനെ പറയണു. അപ്പോൾ ഞാൻ താഴെയുള്ള മോനൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എൻ്റെ വന്ന തെറ്റല്ല. പിന്നെ മകനെ ആ വീഡിയോയിൽ തന്നെ ഇതുവരെ എന്തോ കൊണ്ടു കൊടുക്കാൻ വേണ്ടി സൈഡ് കൂടെ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 16 വയസ്സായ മോനായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് എന്നെ കണ്ടിട്ട്. ഒന്ന്. രണ്ടാമത്തെ എൻ്റെ ഭർത്താവിനെ പറഞ്ഞ കുറേ പേരുകൾ കേട്ടു താത്ത. അതൊക്കെ താത്തയ്ക്ക് ശീലമുണ്ട്, താത്തയുടെ ഭർത്താവിനെ വിളിച്ചിട്ട്. അതുകൊണ്ടാണ് താത്തയ്ക്ക് അത്രയും ക്ലിയർ ആയിട്ട് ആ പേരുകൾ പറയാൻ. ഞാനിതൊന്നും കാണാറില്ല താത്ത, എന്നാലും ഞാൻ പറയും താത്തക്ക് എന്തിന്റെ കുഴപ്പമെന്ന് തന്നെ ചോദിക്കുന്നത്. എനിക്ക് വേണ്ട, നമ്മളങ്ങനെ ചോദിക്കണ്ട. നമ്മൾ അങ്ങനത്തെ ഭാഷ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അറിയാഞ്ഞിട്ടല്ല, ഇതൊക്കെ നമ്മുടെ എല്ലാവരും നാവിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്ക് തന്നെയാണ്. പിന്നെ ദേഷ്യം വരുമ്പോൾ പറയുന്ന നല്ല വാക്കുകളാണ് തെറി എന്നാണ് താത്ത പറയുന്നത്. നമ്മുടെ ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ളതാണ് താത്ത പറയുന്ന വാക്കുകൾ. ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ താത്തയുടെ തത്വസ്വത്തല്ല, എല്ലാവർക്കും വരുന്ന സാധനമാണ് ഈ ദേഷ്യം എന്ന് പറഞ്ഞത്. അവിടെ താത്തയ്ക്ക് മാത്രമേ ദേഷ്യമുള്ളൂ ആണോ? എൻ്റെ ഭർത്താവിനെ പറഞ്ഞ പേരൊക്കെ താത്തയുടെ ഭർത്താവ് താത്ത വിളിച്ചുകൊണ്ടിരുന്ന പേരായിരിക്കും. ഓക്കെ, അപ്പം അതിൽ ക്ലാരിറ്റി ഇട്ടില്ലേ. എൻ്റെ ഭർത്താവിന് ഒരിക്കലും ആ പേര് യോജിക്കില്ല. അത് എനിക്ക് നല്ലോണം അറിയേ. പിന്നെ ജനിപ്പിച്ചവരേനെ വിളിക്കേണ്ട പേരും കൂടി കൂട്ടി വിളിക്കണ്ട് താത്ത. അത് എന്തായാലും മാന്യതയിൽ വിളിച്ചോ, ഇന്നെ വിളിച്ചോണ്ടിരിക്കുക, അതൊരു കുഴപ്പമില്ല. 94 വയസ്സാണ് ആളെ അമ്മ ഇപ്പം മരിച്ചത് തന്നെ. ഇപ്പം മരിച്ചിട്ട് ഒരു 3-4 മാസം ആ അമ്മേനെ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല. അത് താത്തയുടെ സംസ്കാരം, താത്തയുടെ അങ്ങനെ പറയിപ്പിക്കൂ. എന്ത് കുടിച്ച കാത്തൊക്കെ പറഞ്ഞു. അമ്മിഞ്ഞ് കുടിച്ചിട്ടുണ്ട്, അമ്മിഞ്ഞ് കുടിച്ച മോൻ തന്നെയാണ്. തള്ളയ്ക്ക് നന്ദയ്ക്ക് ഉണ്ടായ കാരണം അമ്മയുടെ അമ്മിഞ്ഞ് കുടിച്ച് വളർന്ന മോൻ തന്നെയാണ്. അത് ഞാനും കുടിച്ചിട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. താത്ത പറഞ്ഞ സാധനം അത് ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങൾക്ക് അങ്ങനത്തെ ഭാഷകൾ അറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പം അതിനെപ്പറ്റി ഞാൻ ക്ലാരിറ്റി ചെയ്യുന്നില്ല. എന്നാലും അമ്മയുടെ അമ്മിഞ്ഞ് കുടിച്ചത് അതൊരു 1-2 വയസ്സ് വരെ. അതിന് ശേഷം അമ്മേനെ അമ്മയായിട്ട് തന്നെയാണ് ഈ മനുഷ്യൻ കണ്ടിരുന്നത്. 94 വയസ്സിൽ മരിക്കണ വരെ ആ അമ്മേനെ ആ മോയെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് മറ്റെല്ലാവരേക്കാളും കൂടെ എനിക്കറിയാം. ആ അമ്മേനെ ഈ മകൻ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പം താത്ത അത് വിട്ട് കളിച്ചോട്ടാ. പിന്നെ താത്തയ്ക്കുള്ള ക്ലാരിറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. താത്ത ഇതിന് പറഞ്ഞ എന്ത് പറഞ്ഞു, എനിക്കൊരു തേങ്ങയുമില്ല. ഞാൻ എൻ്റെ ഭാഷ അതാ, തേങ്ങയുമില്ല. തേങ്ങ നാളികേരം അത്രേ ഉള്ളൂ. താത്തയുടെ തറി. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കുത്താന്നല്ലേ, അത്രയ്ക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ നാവുമ്പോൾ കെട്ടുണ്ടല്ലേ കുണുവാവേച്ച്, എൻ്റെ നാവുമ്പോൾ കെട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? താത്തയ്ക്ക് ഒരു കെട്ടും പാടുമില്ല. കാരണം താത്ത ഇങ്ങനെ അഴിച്ചിട്ടോണം ഇങ്ങനെ കിടന്ന് വിലസുക. അത് താത്തയുടെ സംസ്കാരം, എന്റെ സംസ്കാരം അതല്ല. എന്റെ ഭർത്താവ് ചത്തു മരിക്കും. എന്റെ താത്ത ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് ആരായാലും, താത്തയുടെ ഭർത്താവായാലും ഞാനായാലും ആരായാലും. താത്ത പറഞ്ഞുകൊണ്ടാണ് ഒരാൾ ചാവില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ എന്തായാലും സമയം താത്തക്ക് മാത്രം കാലം റിക്വസ്റ്റ് കൊടുത്തു, ഞാൻ കൊണ്ടുപോകാൻ നാളെന്നോട് താത്താണ് പറഞ്ഞത്. അത് എല്ലാവർക്കും കിട്ടിയെന്നില്ല, ക്ഷണിക്കാൻ പറ്റില്ല. നമ്മൾ എന്തായാലും പോകണ സമയത്ത് എന്തായാലും പോകും. താത്തോട് യാത്ര പറയാൻ പറ്റുന്നില്ല. എനിക്കായാലും എൻ്റെ ഭർത്താവിനായാലും ആർക്കായാലും ജനിച്ച ഒരിക്കൽ മരിക്കുക എന്നുള്ള ജീവിതത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും പറഞ്ഞേ, നമുക്ക് എന്നോട് ഇഷ്ടമുള്ളവരുള്ള പറയുന്നത് മരിക്കാൻ പേടി, നമുക്ക് മരിക്കാൻ പേടിയായിട്ടില്ല. നമ്മൾ മരിച്ച നമുക്ക് ലോകത്തൊന്നും പറഞ്ഞാൽ നമ്മൾ പോയി, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെ ചുറ്റി നമ്മളെ കുഞ്ഞ് 2 മക്കളുള്ളതുകൊണ്ട് മാത്രമേ നമ്മൾ മരണത്തിന് പേടിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പേടി നമുക്ക് മരണത്തിനില്ല. പിന്നെ എൻ്റെ മോനെ വളർത്തി കൊണ്ടുവരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അവൾ ഇത് കണ്ടിട്ടാണ് അവൻ്റെ വളർച്ച നോക്കണമെന്ന് വെച്ചാൽ അവൻ്റെ വളർച്ച ഞാൻ നോക്കാറില്ല താത്ത. എനിക്ക് കയ്യിൽ കിട്ടുമ്പോൾ എൻ്റെ മോൻ ഇങ്ങനെയാണ്, അവൻ എത്ര വളർന്നാലും എനിക്ക് അതേപോലെ തന്നെയാണ് എൻ്റെ മകൻ. അപ്പോൾ താത്തയുടെ മകനെ പറ്റി പറഞ്ഞാൽ ഞാനല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? ഞാൻ താത്ത അതിൻ്റെ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്.
അപ്പോൾ കേൾക്കണത് മൊത്തം സത്യമാവണമെന്നില്ല, മനസ്സിലായോ? ഒരു വ്ളോഗിൽ ഒരാൾ പറഞ്ഞിട്ട് കേൾക്കണത് മുഴുവൻ സത്യമാവണമെന്നില്ല. സത്യം അറിഞ്ഞിട്ട് പറഞ്ഞില്ലേ മജിസ്ട്രേറ്റിനോട് പോയി ചോദിക്കും ഞാൻ ആരാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് വേണം ഒരാളെ കുറ്റപ്പെടുത്തണമെങ്കിൽ. ഞാൻ താത്തേനെ പറഞ്ഞു തന്നെയാണ്, എന്താ വെച്ചാൽ ഒരു പരിധിക്ക് അപ്പുറം ഞങ്ങൾക്ക് കേൾക്കണതിന് അപ്പുറം ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞ കാര്യം ആ സ്ത്രീ ശരിയല്ല എന്ന്. ഞങ്ങളുടെ നാട്ടിൽ ആ സ്ത്രീ ശരിയല്ല എന്ന് പറയുന്നത് മറ്റുള്ള വാക്കുകൾ തന്നെയാണ്, മനസ്സിലായോ? ഞാൻ ഇന്ന് വരെ ശരിയല്ലാത്തൊരു നടപ്പ് നടന്നിട്ടില്ല. ഇത് ഞാൻ വീഡിയോയിൽ യൂട്യൂബിൽ വന്നിട്ടാണ് ഈ പറയുന്നത്, പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ടാണ്. ഞാൻ ഒരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? ഞാൻ താത്ത വേറൊരു എനിക്ക് ഞാൻ അങ്ങനത്തെ സംസാരം ഞാൻ ഒഴിവാക്കണോണ്ടാണ് ഞാനിതിങ്ങനെ തിരിച്ചു മറിച്ച് പറയുന്നത്. എനിക്ക് എന്തോ കൂടുതലുള്ളതുകൊണ്ടാണ് എനിക്ക് മക്കൾ ജനിച്ചത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ പാള് മുന്നേ എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഒരു 10-20 വർഷം ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയായിട്ട് ജീവിച്ച ആളെ താത്ത ഞാൻ. അപ്പോഴൊന്നും ഞാൻ അതിൻ്റെ ഇടയിലൊന്നും ഞാൻ പ്രസവിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് നാട്ടിൽ വന്ന് പോകുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവണം, പിന്നെ പ്രസവിക്കണം. അത് കഴിഞ്ഞ് എപ്പോഴും എന്നെ അപ്പം പ്രഗ്നൻ്റ് ആവണം. അപ്പോൾ അത് ഒതുക്കാനും പഠിക്കാനുള്ള കഴിവുണ്ട്. താത്തയ്ക്ക് മാത്രമല്ല കഴിവ്, അതെല്ലാ സ്ത്രീകളിലും ഉണ്ട്. അത് ചിലർക്ക് സഹിച്ചിരിക്കാൻ പറ്റില്ല, ചിലർക്ക് സഹിച്ചില്ല. അപ്പോൾ എനിക്കതിനെ പറ്റി യാതൊരു വിഷയവുമില്ല. 20 വർഷം ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയായിട്ട് ജീവിച്ച എനിക്ക് ഇനി ഇവിടുന്നാണ് എങ്ങനെ ജീവിക്കണമെന്ന് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവണോ വേണ്ടത് ഞങ്ങളുടെ തീരുമാനമില്ല, താത്തയുടെ തീരുമാനമാണോ? താത്തേനെ ആലോചിച്ചിട്ടാണോ ഞങ്ങൾ ഒരുമിച്ച് കിടക്കാൻ പോകണമെന്നും ഞങ്ങളുടെ കാര്യങ്ങളും ചെയ്യണത്? ചിലപ്പോൾ ഇനി പ്രസവിച്ചുകൂടാന്നില്ല, അതൊക്കെ ഞങ്ങളുടെ കാര്യമാണ്. താത്തയ്ക്ക് എന്താ കുഴപ്പം? എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, ലോക സഹജമാണ്. അതാണ് എനിക്ക് 16-15 വയസ്സിൽ കൊളിച്ച് ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടിയിട്ടില്ല, ഒരു മനുഷ്യൻ്റെ കൂടെ ഒളിച്ചില്ല. കല്യാണം കഴിക്കണം എൻ്റെ പെണ്ണ് കാണാൻ വന്നിരുന്നു. നവംബർ 1-ാം തീയതി, നവംബർ 15-ാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം. നവംബർ 1-ാം തീയതി പെണ്ണാണ്. എന്തോ വർത്താനം പറഞ്ഞിട്ട് എന്തോ തമാശയ്ക്ക് ഞാൻ അകത്ത് കയറി പോയി. ഞാൻ ചെക്കനെ കാണാൻ കല്യാണത്തിന് എന്നാണ്. ചെക്കൻ്റെ പേര് അറിയണത് കല്യാണത്തിന് തലേ ദിവസമാണ്. അപ്പോൾ ഞാൻ ഒളിച്ചോടി കല്യാണം കഴിച്ചു വന്നിട്ട് താത്ത ഞാൻ വളവ് ഇങ്ങനെ വളച്ചിട്ട് കൊണ്ടുണ്ട്. 15 വയസ്സിൽ ഇറങ്ങി പോയി. ഇത് മൂത്തിട്ടെന്ന് ഒരു തേങ്ങ മൂത്തിട്ട് പോയതല്ല, മനസ്സിലായോ? കച്ചവടത്തിന് തന്നെയാണ് എൻ്റെ അമ്മ എന്നെ താത്തയ്ക്ക് 16 വയസ്സായതിന് ശേഷം എനിക്ക് ഒരു കുഴപ്പവും കുട്ടിയോണ്ടായില്ല. ഭർത്താവ് മരിച്ച പിന്നെ ആൾക്കാർക്ക് കുട്ടിയോടുണ്ടാവില്ല, അത് സ്വാഭാവികം. അതിപ്പോൾ താത്ത ഇത്രയും പുകഴ്ത്തി പറഞ്ഞിട്ട് താത്തയ്ക്ക് ഇതില്ലാത്തതുകൊണ്ടാണ് കുട്ടിയോടുണ്ടാവാന് ഇതുണ്ടാവുക. അത് ഭർത്താവ് മരിച്ചു, അപ്പോൾ പിന്നെ ഇങ്ങനെ കുട്ടിയോടുണ്ടാവുക. അത് താത്തയ്ക്ക് ഇതില്ലാത്തതുകൊണ്ട് അത് തോന്നാത്തതുകൊണ്ടാണ് നമുക്ക് അറിയാം. താത്ത ഭർത്താവിൻ്റെ കൂടെ ആണെങ്കിൽ ഒന്നിനും പോവില്ലേ, കിടക്കാൻ ഭർത്താവിൻ്റെ കൂടെ കിടക്കില്ലേ? നമ്മളത് ഞാൻ എൻ്റെ മാന്യതയിലാണ് ഞാൻ സംസാരിക്കുന്നത്, താത്തയുടെ മാന്യതയിലല്ല ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് പറയാം. താത്തയുടെ പോലെ നമുക്കറിയാം, നമ്മൾ ഈ കേരളത്തിൽ ജനിച്ചോണ്ടല്ലേ. ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ഒരു സ്കൂളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് ഇതിന് ഡിഗ്രി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഈ കേരളത്തിൽ ജനിച്ച് വളർന്നവരുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് താത്തയുടെ പോലെ സംസാരിക്കാൻ നമുക്കറിയാം. പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു വർഗത്തിൽ പെട്ട ജാതികളല്ല നമ്മൾ, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്നിട്ടാ മോനെ വളർത്തി കൊടുക്കുന്നത്. എൻ്റെ മോനെ എങ്ങനെയാണ് വളർത്തേണ്ടത്, എൻ്റെ മോനെ എങ്ങനെയാണ് കാണേണ്ടത് എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. താത്ത പഠിപ്പിച്ചു തരണ്ട. ഓക്കെ, ആ ബോധ്യത്തിൽ തന്നെയാണ് ജീവിച്ചത് ഈ വയസ്സ് വരെ എനിക്ക് എത്തിയത്. എൻ്റെ മോൻ ഇന്നും എൻ്റെ കൂടെ കെട്ടുപിടിച്ച് കിടക്കുമ്പോൾ അവനെ കെട്ടുപിടിക്കുമ്പോൾ ഞാൻ അവനെ പ്രസവിച്ചിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അവനെ മാറോട് ചേർത്ത് ആ ഒരു പ്രതീതിൽ തന്നെയാണ് അവൻ ഇന്ന് എന്നെ കെട്ടുപിടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അപ്പുറം എൻ്റെ മോനെ പറ്റിയിട്ട് എനിക്ക് തോന്നില്ല. താത്തയുടെ മനസ്സിലിരിപ്പാണ് താത്ത ഇപ്പം ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. താത്ത അങ്ങനെയായിരിക്കും മക്കളെ വളർത്തിക്കൊണ്ട് എനിക്കറിയില്ല. നമ്മൾ ചിന്തിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞു മോനെ പറ്റി പറഞ്ഞത്. താത്തയുടെ ഒരു വീട്ടിൽ താത്ത പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെ പറയുന്നുണ്ടെന്ന്. താത്ത ഇപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ മോനെ അങ്ങനെ വെച്ചിട്ടാണ് വളർത്തുന്നത്. അത് താത്ത അങ്ങനെ വളർത്തുകൊണ്ടാവും താത്തയ്ക്ക് തോന്നുന്നുണ്ടാവും. താത്ത അങ്ങനെ വളർത്തുമ്പോൾ താത്ത പറഞ്ഞു മറ്റൊരു സ്ത്രീ അങ്ങനെ ആയിരിക്കും എന്നാൽ താത്തയ്ക്ക് തെറ്റി. ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ മക്കളായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ എൻ്റെ മക്കളെ നോക്കൊണ്ട് വരുന്നത് അത് താത്തയ്ക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പ്രസവിച്ച മക്കളെ ഞാൻ നോക്കണോ വേണ്ടത് അത് എൻ്റെ ഇഷ്ടമല്ലേ. അവരെ കൂടെ പോയി നിൽക്കണോ വേണ്ടത് അത് എൻ്റെ ഇഷ്ടമാണ്, താത്തേൻ്റെ ഇഷ്ടമല്ല. താത്ത പറയണ പോലെ അനുസരിക്കാൻ കിടക്കണോളല്ല ഞാൻ, മനസ്സിലായി? അത് എൻ്റെ വീട്ടിലത്തെ കാര്യം താത്ത എന്തിനാ അറിയണം. ഞങ്ങളുടെ വീഡിയോ കാണുന്നില്ല പിന്നെ എന്തിനാണ് ഇരുന്ന് ചൊറിയണ്? എൻ്റെ വീഡിയോ കാണാത്ത ആൾക്ക് പിന്നെ എന്നെ പറ്റി എങ്ങനെ അറിയാം? താത്തോട് ആൾക്കാർ താത്തയ്ക്ക് വേറെ ഒരു പണിയും ഇല്ല. എനിക്ക് ഞാൻ 2 വീട് പണിതുകൊണ്ട് ഞാൻ
അതിനിപ്പോൾ എന്താ 2 വീടല്ലോ, അതിപ്പോൾ അത്ര അത്ഭുതത്തിൽ പറയണത്. ഇതിനും കാര്യങ്ങൾ ചെയ്യുന്ന ലേഡികൾ ഈ ലോകത്തുള്ള ഇതിനല്ല. ഞാൻ 2 വീട് വേണമെന്നുണ്ട്, ഞാൻ മറ്റേത് വീടുണ്ട്. താത്ത എന്ത് വേണം പറഞ്ഞത്, താത്തോട് പൊങ്ങച്ചൻ പറയും. ഞാൻ പറഞ്ഞു താത്തയ്ക്ക് 2 വീടുണ്ട് 3 വീടുണ്ടെന്ന്. ഞങ്ങൾക്ക് 2-3 വീടൊന്നും, ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു വീട് തന്നെയാണ്. അതിന് അത്യാവശ്യം ലോഡും കാര്യങ്ങളും ഉണ്ട്. എന്താ കുഴപ്പം? ഇതൊക്കെ കേരളത്തിലെല്ലാവരും ചെയ്യണ കാര്യങ്ങൾ തന്നെയല്ലാണ്ട് ഇപ്പോൾ താത്ത എടുത്തങ്ങോട്ട് പറയണ യാതൊരു കാര്യമില്ല. മനസ്സിലായി? ഞാൻ ഇല്ലാത്ത കാര്യം എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞ കാര്യം എന്താ, ഓർമ്മ തന്നെ മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഇന്നലെ താത്തൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലും ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആ ഹാങ് ഓവറോടെ തീർക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നമുക്ക് 2 വർത്താനം പറഞ്ഞ് നമുക്ക് ഉറക്കം വരും. നമ്മളെ പറയണ ഞാൻ ഇന്നലെ താത്തേനെ പറയാൻ വേണ്ടി അതുകൊണ്ട് വന്നില്ല. എന്നെ പറഞ്ഞാലേ ഞാൻ തിരിച്ച് പറയണുള്ളൂ. താത്തയ്ക്ക് ഈ നാട്ടുകാർ മൊത്തം കുറ്റം പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവർക്കും താത്തേനെ പറഞ്ഞൂടെ? താത്ത പറഞ്ഞു ഞാൻ മജിസ്ട്രേറ്റ് ആരുടെ മുന്നിൽ പോയി ചോദിച്ചു അതാണ് ഇത്. ഏത് ആണെങ്കിൽ പോലും അതിനൊരു മാന്യമര്യാദയുണ്ട്, മാന്യമര്യാദയുള്ള ഭാഷയുണ്ട്, മാന്യമര്യാദയോടുകൂടി പറയാനുള്ള കാര്യങ്ങളുണ്ട്. എന്ത് ഭാഷയ്ക്കും നെഗറ്റീവും പോസിറ്റീവായിട്ട് നമുക്ക് പറഞ്ഞുണ്ടാക്കാം. മനസ്സിലായ? പിന്നെ എന്താ, പിന്നെ നമ്മുടെ വീട്ടിൽ നിറച്ച ആണുങ്ങൾ അത്ര ആമ്പിള്ളേരൊക്കെ ഇത് നിറച്ചത് എന്താ ആകെ 3 ബെഡ്റൂം ഒരു ആളെടുത്തിട്ട് കുഞ്ഞൊരു എന്താ അതിൻ്റെ ഉള്ളില് കോളേജാണല്ലോ ഞങ്ങൾ നടത്തുന്നത്. കോളേജ് വിട്ട നേരെ ആമ്പിള്ളേർ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ആണോ? താത്തന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല. നിന്റെ വീട്ടിൽ നിറച്ച ആണുങ്ങളാണെന്ന് അറിയാം. നിറച്ച ആണുങ്ങൾ ചിലപ്പോ എല്ലാരും കൂടി അപ്പൊ മരുമക്കൾ 2 ആളുണ്ടാവാറുണ്ട്, അനുവായിട്ട് ഉണ്ടാവാറുണ്ട്, പിന്നെ മോൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ 4 ആണുങ്ങളെ അതാണ് താത്ത വിചാരിച്ച. പിന്നെ 1, 2, 3 ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട കുട്ടിയോട് ഞങ്ങളുടെ വീട്ടിലാണ്. അതിന്റെ അപ്പുറം ഒരാളും എൻ്റെ വീട്ടിൽ വരസാറില്ല. പിന്നെ അപ്പോൾ താത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. താത്ത ഇനി ഇതിൻ്റെ ഇരട്ടിച്ചിട്ട് പറഞ്ഞു. നമുക്കിതൊന്നും ഒരു തേങ്ങയില്ല. മനസ്സിലായ? പിന്നെ എന്നിട്ടൊരു കാര്യം വന്നത് ഓർക്കട്ടെ, ഇന്നലെ കേട്ട വീഡിയോക്കാണ് മറുപടി കൊടുക്കണം. നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് ചേച്ചി മറുപടി കൊടുക്കേണ്ട തൊലി ഉരിയണ പോലെ ആള് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആവും. ആള് നമ്മളങ്ങനെ പറഞ്ഞു, നമ്മളങ്ങനെ ആവും. നമ്മൾ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഇടപെടുന്നുണ്ട്, എന്തൊക്കെ കാരണം. ഇപ്പോൾ ഈ ലോകത്തിന് യൂട്യൂബിൽ എന്തൊക്കെ കാര്യമാണ് എല്ലാവരും പറ്റി പറയുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ എന്താ LDF എന്ന് പറയുന്ന മന്ത്രിനെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട്. അതും മനുഷ്യൻ കേൾക്കുന്നില്ലേ? ചിലപ്പോൾ ചെയ്താവാം, ചിലപ്പോൾ ചെയ്യാത്തതാവാം. അതൊന്നും നമ്മൾ തലപുണ്ണാക്കി ടെൻഷനാക്കണോ യാതൊരു കാര്യമില്ല. എന്താ വെച്ചാൽ ഇതെന്താ വെച്ചാൽ എൻ്റെ ഭർത്താവിനും മക്കളെ പറഞ്ഞ് എനിക്ക് റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു ഇഷ്ടം, തെറ്റ് തിരുത്തി തരിക. ഞങ്ങൾ അങ്ങനെയല്ല എന്ന് താത്തയെ ഓർമ്മപ്പെടുത്തി തരിക. പിന്നെ എന്തൊട്ട് അക്ഷയുടെ കാശും കാര്യങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മേടിച്ചിട്ട് ഞാൻ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് കാണുമ്പോൾ പറയുമ്പോൾ അക്ഷയുടെ നാട്ടുകാരോ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും കണ്ടു 1 രൂപ കുട്ടിക്കിട്ടേന്ന് ഞങ്ങൾ അനാവശ്യമായിട്ട് മേടിച്ചിട്ടുമില്ല, ഞങ്ങൾ ഉപയോഗിച്ചിട്ടുമില്ല, ചിലവാക്കിയിട്ടില്ല. എൻഗേജ്മെൻറ്റ് എണ്ണ വളയാണ് ഞങ്ങൾ ആ കുട്ടിക്ക് ആ സമയത്ത് കൊടുത്തത്. അല്ലാണ്ട് ആ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ ചിലവിന് തന്ന കാശോ കാര്യങ്ങളോ അല്ല. മനസ്സിലായ? പിന്നെ കുറച്ച് കാര്യം പറയണ്ട, നമുക്ക് പബ്ലിക്കിന് മുന്നിൽ പറയാനോ കാര്യങ്ങളോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അല്ലാണ്ട് നമ്മൾ ഒരാളിൽ നിന്ന് 10 രൂപ മേടിച്ച് വെച്ചിട്ടില്ല. ഇപ്പം എന്നാൽ 2 മരുമക്കളിൽ നിന്നാലും അനാവശ്യമായിട്ട് 1 രൂപ വരെ ഞാൻ മേടിക്കാറില്ല ഒരാളിൽ നിന്ന്. ഞങ്ങളുടെ വീട്ടിലെ ചിലവ് കഴിഞ്ഞെങ്കിൽ അത് ഞങ്ങളുടെ കാശുകൊണ്ടാണ്, അല്ലാണ്ട് ഞങ്ങൾ മറ്റൊരാളുടെ കാശുകൊണ്ടും ഞങ്ങളുടെ വീട്ടിൽ ചിലവ് കഴിയാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു കഞ്ഞി കുടിക്കണമെങ്കിൽ അത് ഞങ്ങൾ 2 ആളും കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശില്ല. അത് ഏത് രൂപത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും താത്തയുടെ തെറി പറഞ്ഞുണ്ടാക്കുന്ന കാശല്ല. അത് ഞങ്ങളുടെ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു, നേർവഴിക്കേ നടന്നിട്ടുള്ളൂ. അത് ഇനി വേണം. പിന്നെ എൻ്റെ പെൺകുട്ടിയോട് അത് താത്തിക്കാരേണ്ട ആവശ്യം എന്താ? എൻ്റെ പെൺകുട്ടിയോട് ഒളിച്ചോടി പോയി വരിക എന്തെങ്കിലും അത് താത്തയെ സംബന്ധിച്ചിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. താത്തയുടെ മക്കളെ അങ്ങനെ വളർത്ത് വളരെ ഇനിയും കെടുക്കണ്ടല്ലോ, വളരട്ടെ, വളർന്ന് പന്തലിക്കട്ടെ എന്നിട്ട് പറയാം. അല്ലാണ്ട് താത്ത ഇപ്പോഴന്നെ എല്ലാം മുൻകൂട്ടി പറയല്ലേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല ജീവിതത്തിൽ ആർക്കും ആരുടെയും നടക്കണത്. മനസ്സിലായ? പിന്നെ എന്തൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പം അത് കഴിഞ്ഞു. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല. ഇതന്നെ താത്ത ഈ എന്ന് പറയണമെങ്കിൽ അധികം നേരം ഒന്നും തലയ്ക്കൊന്ന് പ്രഷർ അടിച്ചാൽ മതി. ചെറിയൊന്ന് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സംസാര രീതിയൊക്കെ അങ്ങനെ അങ്ങോട്ട് മാറും. അതിനധികം നേരമോ കാത്തിരിക്കേണ്ട ടൈമൊന്നും ഒന്നും വരാതെ വേണ്ട. നമ്മളൊന്ന് തെന്നി വീണ് നാവ് കടിച്ചാൽ തന്നെ നമ്മുടെ സംസാരത്തിൻ്റെ ശൈലിയാണ് മാറും. താത്ത ഇപ്പം എത്ര ക്ലാരിറ്റിയിൽ പറയണതാണ് മാറും. ഇതിനൊന്നും അധികം ടൈം വേണ്ട താത്ത. മനസ്സിലായ? എന്തെന്നായാലും താത്തയ്ക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കൊട്ട് കഴിഞ്ഞാ
ഏഴേകാലം വേറെ ബാച്ചിലൊന്നുമില്ല. അതേതാ വണ്ടി? ആ കുട്ടികളെ കണ്ടിട്ടുണ്ട് നമ്മുടെ ബാച്ചില്? കണ്ടിട്ടില്ല. അപ്പൊ പുതിയത് ഇപ്പൊ ചേർന്നതാവും. അപ്പൊ അവരെ കുറച്ച് നേരത്തെ പഠിപ്പിക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ മോനെ 2ാം ക്ലാസ്സിന് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക, അവനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ ചേച്ചി അതിന് റിപ്ലൈ കൊടുക്കണം, പക്ഷേ ഞാൻ റിപ്ലൈ കൊടുത്തില്ല. ആരും വിഷമം വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു 92 വയസ്സായ അമ്മയുടെ എന്തോ കുടിച്ചു എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതില്ലേ. 94 വയസ്സ് മരിച്ചു പോയ ഒരാളെന്നെ താത്തയുടെ അമ്മേനെ, താത്തയുടെ ഭർത്താവും അമ്മേനെ അങ്ങനെയാവും കണ്ണുണ്ടാവുക, പറയാൻ പറ്റില്ല. നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് വെച്ചാൽ ആ രീതിയാണ് നമ്മുടെ നാവിൽ വരുള്ളൂ. നമ്മളങ്ങനെയാണ് മറ്റുള്ളവർ ചിലപ്പോൾ ഒരു ചീത്ത മറ്റൊരാളാണ് ഞാൻ ചിന്തിക്കണ പോലെയല്ല അവരും ചിന്തിക്കണ അങ്ങനെ. പക്ഷെ അതല്ലാന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് താത്തയ്ക്ക് വേറെ ഒന്നുമല്ല. താത്തയ്ക്ക് വിദ്യാഭ്യാസമുണ്ട്, എല്ലാം എന്തുണ്ടായിട്ടും കാര്യമില്ല. താത്ത വായിന്ന് വരുന്ന സരസ്വതി ഇതല്ലേ നാവുന്ന വരുന്നത് അല്ലേ? എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? നമുക്ക് എങ്ങനെ വേണം ഞാൻ പറയാം, നമുക്ക് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാം, മാന്യമര്യാദയിൽ ചെയ്യൂ. എത്ര ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. 1-2 ആൾക്കാർ ഞാൻ ഈ തെറി മാത്രം പറഞ്ഞിട്ടാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ എടുത്ത് പറയാനുള്ള വാക്കുകളാണ് തെറി. ഇത്ര ആണോ? ഞാൻ ആദ്യമായിട്ട് അറിയാട്ടോ. ഇന്നലെ ഇപ്പം നമ്മൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ ഒരു ബ്ലോക്ക് വന്നിട്ട് ആ ബ്ലോക്ക് ആകുമ്പോൾ ഒരാൾ കാറിട്ടു. ഒരു ചെറുപ്പം ലോറിക്കാരനാണ്, ചെറുപ്പം ചെക്കനാട്ടോ. ആ ചേക്കൻ അവൻ പരമാവധി ചേട്ടാ ആ വണ്ടി ഒന്ന് മാറ്റിയിട്ട് എന്നുവെച്ചാൽ ആ വണ്ടി മാറില്ല, ആ സൈഡിൽ ഈ സൈഡിലുള്ള വണ്ടിക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ വണ്ടിയുടെ പ്രശ്നമാണ്. അതിൻ്റെ ഫ്രണ്ടിലേക്ക് ബ്ലോക്കില്ല, അതിനെ എങ്ങനെ വേണേൽ മാറ്റിയിടാൻ സ്ഥലമുണ്ട്. അയാൾ ചെമ്മണ്ടെങ്കിൽ മാറ്റില്ല. ആ ചേക്കൻ അവസാന ചേക്കൻ എൻ്റെ പൊന്ന് ചേട്ടാ ആ വണ്ടി ഒന്ന് മാറ്റിയിട് എൻ്റെ ചേട്ടാ അതൊന്ന് അവസാനം ഗതി കിട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞോട്ടാ ഒരു മാന്യതയുള്ളവനാ. എന്താ അത്രയും പ്രാവശ്യം അവൻ ചേട്ടാ അവസാനം എൻ്റെ പൊന്ന് ചേട്ടാ അതൊന്ന് മാറ്റിയിടിക്കാൻ വേണം. അപ്പൊ വണ്ടി വേഗം മാറി. താത്ത ശീലത്തില്ല. അത്രയും താത്തര അത്ര വിദ്യാഭ്യാസം ഒരു കുട്ടി കണ്ടാലും അത്ര വിദ്യാഭ്യാസം ഒരാളായിരിക്കില്ലല്ലോ ഓരോടിച്ച് പോകുന്ന ഒരു കുട്ടി. എന്നാലും ജനത്തിന് മുകളിൽ എങ്ങനെയാണ് അത് അവന് പറഞ്ഞത് ആകെ ഒരു നാണക്കേട് പോയി. അത് ദേഷ്യം വന്നപ്പോൾ ലാസ്റ്റ് അപ്പൊ നമുക്ക് തന്നെ വണ്ടി ശരി ഞാൻ പറഞ്ഞു മാന്യതര ചെയ്യണം. ലാസ്റ്റ് വരെ അവൻ പിടിച്ച് നിന്ന് ആ ഒരു തെറി പറയണം. ചിലവര് നമ്മളിപ്പോൾ എന്തെങ്കിലും ആദ്യം തെറിയ തന്നെ ഉണ്ടാക്കുമ്പോൾ പറയാം. അതല്ലല്ലോ, നമുക്ക് ദേഷ്യം പലർക്കും വരും. ദേഷ്യം എന്ന് പറയുന്നത് ആർക്കും ഒറ്റയ്ക്ക് വരുന്ന കാര്യമല്ല, അത് എല്ലാ മനുഷ്യന്മാരിലുള്ള കാര്യമാണ് ദേഷ്യം എന്നുള്ളത്. താത്തയുടെ മോനെ പറഞ്ഞപ്പോൾ താത്തയ്ക്ക് പൊള്ളണ പോലെ എനിക്ക് എന്നെ പറയുമ്പോൾ എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കളെ പറയുമ്പോൾ പൊള്ളും, നല്ല മാതിരി പൊള്ളും. പിന്നെ നീ എങ്ങനെ ജീവിക്കണം? ഞാൻ മാന്യമര്യാദയിൽ ജീവിക്കുന്നത്. ഞാൻ ഒരാൾക്കും ചീത്ത മെസ്സേജ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കൊടുക്കണില്ല. അതിന് താത്ത എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എനിക്ക് എൻ്റെ പറ്റണ പോലെ എൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്ത് അതിൽ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളോ ഒരു ഇതോ ഞാൻ ചെയ്യാറില്ല. ഇനി താത്ത എന്ത് പറഞ്ഞാലും മതി, നമുക്കതൊരു വിഷയമല്ല. താത്ത ഇങ്ങനെയാണ്, താത്തയുടെ സംസ്കാരം ഇങ്ങനെയാണ്. പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാണ്ടിരുന്നതിന് എനിക്ക് ഉറക്കം കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. താത്തയായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഞങ്ങളായിട്ട് താത്തേൻ്റെ പ്രശ്നത്തിലേക്ക് എടുക്കുന്നതല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് താത്ത ഇതിൽ ഇടപെടുന്നത്? ഇതിപ്പോൾ കൊലക്കേസോ കുട്ടികളെ തട്ടിക്കൊണ്ട കേസൊക്കെ ഒന്നല്ലല്ലോ. താത്ത അത് നേർവഴിക്കാക്കി വലിയ പേര് പ്രശസ്തിയുടെ ഒരു ഫാമിലി ഇഷ്യൂ അല്ല. അതിലിപ്പോൾ താത്ത വന്നിട്ട് ഇടപെടേണ്ട കാര്യം എന്താ? അത് ഞങ്ങളുടെ ഫാമിലി വരുന്ന ഇഷ്യൂസ് ഞങ്ങൾക്ക് തീർക്കാറുണ്ടാവും. താത്തയ്ക്ക് ഇടപെടേണ്ട കാര്യം എന്താ? താത്ത എല്ലാം കൊണ്ടും അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് എനിക്ക് തോന്നിയിട്ടില്ല. നേരെ താത്തയുടെ വീഡിയോ കണ്ടിട്ട് എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരാളത് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാ സൗകര്യമുണ്ട്, 2 വീട്, താത്തയ്ക്ക് 2 ഫ്ലാറ്റ്, ഇതൊക്കെയാണ് താത്തയ്ക്ക് എല്ലാം ഉണ്ട്. അപ്പൊ താത്ത ഞങ്ങൾ പറഞ്ഞിട്ട് വരികയാണ്. ഇനിയിപ്പോ ഇത് താത്ത പറഞ്ഞോ നമ്മൾ തോട്ട് നിർത്താട്ടെ താത്ത. ഇനിയിപ്പോ എനിക്കിഷ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ മുന്നോട്ട് പോകാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല, സത്യം പറയണം. അപ്പൊ താത്തന്റെ ഒപ്പത്തിനൊപ്പം നമ്മള് കൂട്ട് നിൽക്കാനും തയ്യാറല്ല. അപ്പൊ നമുക്കത് ഒരു ഉളിപ്പ താത്ത. അപ്പൊ അതുകൊണ്ട് താത്ത അടുത്ത വീഡിയോ താത്ത ഞാൻ അടുത്ത ജില്ലയിലേക്ക് കേറിക്കോ, അടുത്ത കൊമ്പ് പിടിച്ചോട്ടെ. നമ്മൾ ഇതോടുകൂട്ട് താത്തേനായിട്ടുള്ള അധ്യായം മാറ്റിയാണ് നമ്മൾ തോറ്റു കൊടുക്കരുത് താത്ത. എന്താ വെച്ചാല് തോൽക്കാൻ നമുക്കിത് ഒരു കുഴപ്പമില്ല.
താത്ത അത്രയ്ക്ക് ഇല്ലാത്തോണ്ടാണ്. താത്ത പിന്നെ സൗകര്യങ്ങളൊക്കെ ആവുമ്പോ താത്തേനെ എപ്പോഴേലൊക്കെ വെച്ച് കാണാം. ഇന്നലെ ചേച്ചി ലോട്ടറി അടിക്കുന്നൊന്നും അടിച്ചില്ല, അപ്പഴേക്കും 2 വീടായി തന്നെ. 2 വീടാവാൻ ചാൻസ് കാണാൻ. അല്ലെങ്കിൽ താത്ത പറഞ്ഞ മാതിരി നമുക്ക് പരലോകത്തേലും വെച്ച് കാണാൻ പറ്റും. അയ്യോ വേണ്ടാട്ടെ, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആള് ആഗ്രഹം പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. താത്ത പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു ചാൻസ് കൂടി താത്ത തരികയാണെങ്കിൽ ഈ സമയമാകുമ്പോ വിളിക്കാം. അവിടെ വെച്ചിട്ട് കാണാം. അത് നിങ്ങൾ പോയി താത്തനെ വിളിച്ചോണ്ട് താത്തനോട് നിക്കണ്ട വെച്ചിട്ട് മറ്റുള്ളവരെ സമാധാനത്തിൽ ജീവിക്കട്ടെ എന്നുകൊണ്ട് വിചാരിക്കുക. അത്രയുള്ളൂ. ഞങ്ങൾ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരാളെ കളിയാക്കിയിട്ടില്ല. ഇത് സത്യസന്ധമായിട്ടുള്ള ചിരിച്ചോണ്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, താത്ത വിചാരിക്കുന്ന ആൾക്കാരല്ല ഞാൻ എൻ്റെ ഭർത്താവ്. താത്ത പറഞ്ഞതൊക്കെ പച്ചന്നോണ. ഞങ്ങൾ അങ്ങനെ രീതിയിൽ നടക്കുന്ന 2 ആൾക്കാരല്ല, മനസ്സിലായോ? പിന്നെ മക്കൾ ഓടിപ്പോടേന് ഞങ്ങൾ പേരൻസ് അതിന് കുറ്റക്കാരില്ല. ഈ ലോകത്ത് ഇഷ്ടം പോലെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് മക്കൾ ഓടിച്ചത്. അപ്പോൾ മക്കൾ പോകുമ്പോൾ നേരത്തെ താത്ത പറയുന്നത് നമുക്ക് ദേഷ്യം വരുമ്പോൾ എടുത്ത് പറയാനുള്ള വാക്കുകളാണെന്ന്. ചിലപ്പോൾ എൻ്റെ ദേഷ്യം അങ്ങനെയായിരിക്കും. എനിക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ മക്കൾ എന്നെ എത്ര നാൾ ഞാൻ അവർ സ്നേഹിച്ചവർ കൂടെ വരുമ്പോൾ എന്നെ പെട്ടെന്ന് അവർ വേണ്ടയച്ച് പോകുമ്പോൾ എൻ്റെ റിയേഷൻ അങ്ങനെയായിരിക്കും. താത്തയുടെ റിയേഷനാണ് താത്ത പറഞ്ഞ തെറി. എൻ്റെ റിയേഷൻ ഇങ്ങനെയാണ്. ഞാൻ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നെ വിട്ടുപോയി ഞാൻ കണക്ക് പറയാറുണ്ട്. അതിനിപ്പോൾ എന്താ, ഞാൻ ചെയ്ത കാര്യമല്ല പറയണം, ചെയ്യാത്ത കാര്യമല്ലല്ലോ പറഞ്ഞു. താത്തയ്ക്ക് ചിലപ്പോൾ അങ്ങനെ പറയാൻ ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ മക്കളെ എന്നോണ്ട് പറ്റില്ല. അവർക്കത് കറക്റ്റായോളൊന്നും ഞാൻ എപ്പോഴും പറയണു. അവർക്കത് ചിലപ്പോൾ ഞാൻ നോക്കിയില്ല എന്ന് പറയാതിരിക്കാം. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ എന്നോട് തെറ്റണ പോലെ ഞാൻ എൻ്റെ മക്കളെ നോക്കിയിട്ടുണ്ട്. അവരെ ആരെയും എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട്. അതിൽ 2-3 മാസമാണ് ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ളൂ. ദൈവം അതുമ്പോഴേക്കും ഞങ്ങൾ ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ മോനെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത് എൻ്റെ മോനായിട്ട് എന്നും എൻ്റെ മോനെ എന്നും എൻ്റെ ഒരു പൊന്നോമനയായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വളർത്തുന്നത്. എല്ലാ അമ്മമാർക്കും ജീവനാണ് മക്കൾ. അതേപോലെ എൻ്റെ മക്കളും എൻ്റെ പ്രാണനാണ്. താത്ത അത് ഇല്ല, ഈ സ്ത്രീക്ക് മക്കളെ ഇഷ്ടമില്ല, ഈ അമ്മ എന്നുള്ള വാക്കിന് താത്ത എന്ത് പറഞ്ഞാലും ഞാൻ നല്ലൊരു അമ്മയാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. താത്തയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ ചോദിക്കണേ, ഞാൻ നല്ല ഭാര്യയാണോ നല്ല അമ്മയാണോ? യെസ്, ഇത് നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു അമ്മയാണ്. വേറെ എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ കുടുംബത്തിൽ ഞാൻ നല്ലൊരു വീട്ടമ്മയാണ്. എനിക്ക് ഞാൻ വേണ്ട മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഇട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ താത്ത എഴുതി ഒപ്പിട്ടേനോ നല്ലൊരു അമ്മയാണ്, എൻ്റെ ആവശ്യമില്ല. ഞാൻ നല്ല അമ്മയെന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കണ വെച്ചാൽ ഞാൻ എൻ്റെ പ്രവൃത്തി എനിക്കില്ല അറിയാം. ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ എൻ്റെ മക്കൾക്ക് എത്രത്തോളം വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്, അതിന് എനിക്ക് മാത്രം അറിയണ കാര്യം. അതിപ്പോൾ താത്തയുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ എനിക്ക് വേണ്ട. അപ്പോൾ ഇത്രയും പറഞ്ഞോട് താത്ത ഇനി ഇതിൻ്റെ പേരിൽ എന്ത് റിയാക്ഷൻ വീഡിയോ ഇട്ടാലും ഒരു പ്രശ്നവുമില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ വീഡിയോ ഇടണ്ട. എൻ്റെ ഭർത്താവ് ഇഷ്ടം. ഇപ്പോഴും ഞാൻ ഫോൺ എടുത്ത് വയ്ക്കുമ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ വേണം, അതായത് വെറുതെ വൃത്തികേട് മാത്രം പറയുള്ളൂ. ആ പെണ്ണുരുത്തി വേണോ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ എൻ്റെ മക്കളും എൻ്റെ അമ്മായിമ്മേനും പറഞ്ഞ് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. വീഡിയോയിലും ഫോൺ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ആള് ഫോൺ കാണാറില്ല. ഫോൺ യൂസ് ചെയ്യാത്തതുകൊണ്ട് മണ്ണുകൂടാച്ചനാണെന്ന് താത്ത പറയണ്ട. അതൊക്കെ തെളിയിക്കേണ്ട സമയത്തൊക്കെ തെളിയിച്ചിട്ടുണ്ട്. താത്തയുടെ മുന്നിൽ വരുന്നില്ല. ഓക്കെ, ഒത്തിരി പറഞ്ഞു നിർത്തണം. അപ്പൊ താത്ത ഇനി പറഞ്ഞുകൂടാന്നില്ല, ചിലപ്പോ ഇനിയും ഈ പ്രഗ്നന്റ് ആയിക്കൂടാന്നില്ല. ഞാൻ കേട്ടാ, അത് തീർച്ചയായിട്ടും നമുക്കത് പറയാൻ പറ്റില്ല. താത്ത എനിക്ക് ഇതായിട്ട് വന്നതാന്ന് പറഞ്ഞത്. എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ കിടക്കുമ്പോ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നില്ല. അപ്പൊ അതൊന്നും താത്തയെ ബാധിക്കുന്ന പ്രസവം ഞങ്ങള് 2 ആളും നിർത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് സംഭവിച്ചുകൂടാതൊന്നുമില്ല. താത്ത വീണ്ടും പറയണു. അപ്പൊ എന്തിന്റെ കൂടുതലായിട്ട് താത്തക്ക് തോന്നുകയാണെങ്കിൽ താത്തക്ക് തോന്നിക്കോട്ടെ, നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അവിടെ ചേട്ടാ ഞാൻ ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നെ പറഞ്ഞാക്കതല്ലേ താത്ത ഇഷ്ടപ്പെട്ടവര് നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. സോറി കേട്ടോ, നമുക്ക് അതെ താല്പര്യം ഇല്ലാത്തതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീണ്ടും വീണ്ടും പറയണേ. എനിക്ക് ഇത് പക്ഷേ നമ്മളെ സ്വയം ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടർ അങ്ങനെ. എനിക്ക് എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾ ആരെയും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കരുപ്പ് വരും. അത് ക്യാരക്ടറാണ്. ചിലർക്ക് ക്ഷമയില്ല. എനിക്ക് ആ ക്ഷമകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. സ്വയം പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഈ റിയാക്ഷൻ ഞാൻ പറഞ്ഞു. ആ മോൻ്റെ കാര്യം ഞാൻ പറയണമെന്ന് വെച്ച് പറഞ്ഞതല്ല, മുന്നേ ഈ താത്ത പറഞ്ഞല്ലോ. അപ്പോൾ താത്തയ്ക്ക് താത്തയുടെ ഫാമിലിനെ തൊടുമ്പോൾ പൊള്ളണ പോലെ നമുക്ക് നമ്മുടെ ഫാമിലി തൊടുമ്പോൾ പൊള്ളിക്കൂടെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ബൈ.